ഹേ ഗായ്സ്, വെൽക്കം ടു കമലാച്ചീസ് കിച്ചൺ. സോ നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ പെരട്ട് റെസിപ്പി ഉണ്ടല്ലോ. ഇത് നല്ല സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. സോ നമ്മുടെ ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് വല്യുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെയാണ് എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് തക്കാളിയും വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇവിടെ ഓൾമോസ്റ്റ് 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സോ അടുത്ത് നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന വറുത്ത വറ്റൽമുളകും കറിവേപ്പിലയും പൊടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മളിവിടെ ഒരു കടായി പാനാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ ഉള്ളത് അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നമ്മുടെ ചിക്കനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയാൽ നമുക്ക് അതിനെ എടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിരുന്ന അതേ കടായി പാനിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇവിടെ. ഇനി നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇടുന്നത്. തേങ്ങാക്കൊത്ത് ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് കുറച്ചിട്ടാലും മതി. തേങ്ങാക്കൊത്ത് നമുക്ക് ചെറുതായിട്ടൊരു ബ്രൗൺ കളറാക്കി കിട്ടണം. തേങ്ങാക്കൊത്തൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വലിയുള്ളിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വലിയുള്ളി ഇട്ട സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായി. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊക്കെ കൂടി പാനിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ മസാലയ്ക്ക് വേണ്ട പൊടികളാണ് നമ്മളിതിൻ്റെ മിഡിലിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ പൊടികളുടെയൊക്കെ കുത്ത് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന വറുത്ത വറ്റൽമുളകും കറിവേപ്പിലും പൊടിച്ചത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫൈനലി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയാവും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ.